സൺഡേ റീസെറ്റ്. നേരം പരപരാന്ന് പിളർന്ന് ഓരോ ഡയറ്റ് പ്ലാനാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് സൺഡേ റീസെറ്റ്. സോ സൺഡേ എന്ന് പറയുന്നൊരു ദിവസം ഞാൻ നല്ല രീതിയിൽ റൊമാൻറ്റിസൈസ് ചെയ്യുമായിരുന്നു, നല്ല രീതിയിൽ എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നോക്കാറുണ്ടായിരുന്നു. അതായത് സെൽഫ് കെയർ സൺഡേ അല്ലെങ്കിൽ സൺഡേ റീസെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ സൺഡേ മാത്രമേ ഒരു ഫ്രീ ടൈം കിട്ടൂ, സൺഡേ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന ടൈമിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, ബട്ട് സ്റ്റിൽ എനിക്ക് എപ്പോഴും സൺഡേ ഒന്ന് സ്പെഷ്യൽ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. സോ ടുഡേ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ സൺഡേ റീസെറ്റ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്ലീൻ ചെയ്യണം, റൂമും അപ്പാർട്ട്മെൻറ്റും കംപ്ലീറ്റ്ലി ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ സെൽഫ് കെയർ ഒരെണ്ണം ചെയ്യണം. ആൻഡ് ദെൻ അടുത്ത വീക്കിലോട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. കണ്ടൻറ് പ്ലാനിങ്, പിന്നെ ഫുഡ് ആയി കഴിഞ്ഞാലും അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെന്താ, ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്, ബാത്റൂം ക്ലീൻ ചെയ്തിട്ടുള്ള അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് വീഡിയോ. സോ നമുക്ക് തുടങ്ങിയാലോ. ഈ ഒരു സൈഡ് ടേബിള് ഈ ബെഡിന്റെ ഈ സൈഡിലായിട്ട് ഈ റൂമിൽ തന്നെ വെച്ചാൽ മതിയോ അല്ല അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഈ ഒരു സൈഡ് ടേബിൾ വാങ്ങുന്ന ടൈമിൽ മെയിൻ ആയിട്ട് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്താണെന്ന് അറിയോ, എൻ്റെ മെയിൻ ബെഡ്റൂമിൽ ഈ ഒരു സൈഡ് ടേബിൾ ഇടാം, എന്നിട്ട് അതിന്റെ സൈഡിലായിട്ട് ഈ ഒരു ടേബിൾ, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ടേബിൾ ഇടാം, എന്നിട്ട് എൻ്റെ വീട്ടിലെ റൂം എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാന്നൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം കത്തിയത്. അതായത് ആ ഒരു റൂമിന്റെ ഒരു ലേ ഔട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഡ് സെന്ററിലാണ് ഇട്ടിട്ടുള്ളത്, സൈഡിലാണ് കബോർഡ് വരുന്നത്. അപ്പൊ ഈ ഒരു ബെഡ് അങ്ങോട്ട് ചേർത്തിടാനും പറ്റില്ല, ഇങ്ങോട്ട് ചേർത്തിടാനും പറ്റില്ല, സെന്ററിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും കുറച്ച് സ്പേസ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും വീട്ടിൽ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൂമിൽ ഭംഗി ഉണ്ടാവില്ല. അതായത് സെന്ററിൽ ബെഡ്, ലെഫ്റ്റ് സൈഡ് മൊത്തം സൈഡ് ടേബിളും റൈറ്റ് സൈഡ് കുറച്ച് ഭാഗം ഫ്രീ. അപ്പോൾ ആ സൈഡ് എന്തെങ്കിലുമൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോവുമല്ലോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു റൂം ഇത് കുറച്ചുകൂടെ ചെറിയ റൂമാണ് മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ബെഡ്റൂം എന്റെ വീട് പോലെ, എന്റെ റൂം പോലെ സെറ്റ് ചെയ്തെടുക്കാന്ന്. കാരണം ഈ ഒരു ബെഡും ഈ ഒരു സൈഡൊക്കെ പക്ക എന്റെ റൂം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ 3 ഫ്രെയിംസ്, ആ സൈഡിൽ ഫ്ലോട്ടിംഗ് ഷെൽഫ്, അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബെഡിന്റെ കൂടെ ഈ ഒരു സൈഡ് ടേബിളും മറ്റേ ടേബിളും ഇടാൻ മാത്രമുള്ള സ്പേസ് ഈ ഒരു റൂമിൽ ഇല്ല. അപ്പൊ എനിക്ക് ഈ സൈഡ് ടേബിൾ ഇനിയിപ്പോ അവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ ജസ്റ്റ് ഈ ഒരു ടേബിൾ മാത്രം വെച്ചിട്ട് ഇതൊരു ക്രാഫ്റ്റ് റൂം പോലെ സെറ്റ് ചെയ്യണോ അല്ല ബെഡ്റൂം പോലെ സെറ്റ് ചെയ്യണോ, മൊത്തത്തിൽ കൺഫ്യൂഷൻ. സോ ഞാനിപ്പോ എന്താ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റൂമിൽ ഈ ഒരു യൂട്ടിലിറ്റി കാർട്ട് വെക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇതിനകത്ത് നമുക്ക് ക്രാഫ്റ്റിന്റെ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും പറ്റും. ഈ ഒരു ടേബിള് ഈ ഒരു സൈഡ് തന്നെ കിടന്നോട്ടെ, അതാകുമ്പോൾ ആവശ്യമുള്ളപ്പോ കിടക്കാം, ആവശ്യമുള്ളപ്പോ വർക്ക് ചെയ്യാം. യൂട്ടിലിറ്റി കാർട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു കബോർഡും ഉണ്ട്. അപ്പൊ ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ ഓൾറെഡി അതിനകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഒരു ക്രാഫ്റ്റ് റൂം പോലെ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കണത്. ഓക്കെ, ലെറ്റ്സ് സീ.
golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a crazy love moving through me like a wildfire, like a wildfire. ഈ ഒരു ബെഡിങ് സെറ്റിലില്ലേ നമുക്ക് ഇതൊരു ഡുവറ്റ് കവർ ആയിട്ടാണ് കിട്ടുക. അതായത് കംഫർട്ടർ അല്ല, ഡുവറ്റ് കവർ ആണ്. ഇതിനകത്ത് ഈ ഒരു സാധനം നിറയ്ക്കണം. ഈ ഒരു സാധനം നിറയ്ക്കാൻ മീൻസ് ഇതൊരു ഷീറ്റാണ്. ഈ ഷീറ്റ് ഇതിനകത്തോട്ട് കയറ്റി വെക്കണം. അങ്ങനെ കയറ്റി വെക്കുമ്പോഴാണ് നമ്മൾ ഈ പിൻട്രസ്റ്റിൽ കാണുന്ന പോലെ ഇപ്പൊ എന്റെ റൂം മേക്കോറൊക്കെ ചെയ്ത ടൈമിൽ പിങ്ക് കളർ ബെഡിങ്ങും നല്ല ഇങ്ങനെ പുഫ് പുഫ് എന്ന് പറഞ്ഞ് നിൽക്കണ്ടായിരുന്നില്ലേ, അങ്ങനെ നിൽക്കുക. പക്ഷെ ഇതിനകത്ത് കയറ്റാൻ നല്ല പാടായിരിക്കും. ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കയറ്റി നോക്കട്ടെ. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബെഡിങ് സെറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ബെഡിങ് സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡിങ് സെറ്റ് ആയിരിക്കും ഇത്. സോ ഇതാണ് പില്ലോ കവർ. പില്ലോ കൂടെ വെക്കാം. എന്റെ ഇതാ ഇതേപോലത്തെ ഒരു ഫ്ലവർ പില്ലോ കൂടെ ഉണ്ട്. ഇതിന്റെ സെന്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് നല്ല മാച്ച് ആയിരിക്കും. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇപ്പോഴാണ് എന്റെ റൂമിന്റെ ആ ഒരു വൈബും ഫീലും ഒക്കെ ഈ ഒരു റൂമിൽ ശരിക്കും തോന്നി തുടങ്ങിയത്. കാരണം എന്റെ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കംഫർട്ടറൊക്കെ വെച്ച് ഇതേപോലെ പൂക്കി ആക്കി വെക്കുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ അധികം അങ്ങോട്ട് അത് ചെയ്തിട്ടില്ല. ഐ മീൻ റൂം മേക്കോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഡെക്കർ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ റൂമിന്റെ ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് കിടന്നതായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് മുൻപാണ് എഴുന്നേറ്റത്. കുറച്ച് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6:30-7 മണി എന്തോ ആകുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. എഴുന്നേറ്റതിന് ശേഷം ഞാൻ ബെഡ്റൂമും കാര്യങ്ങളും കുറച്ചൊന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ താഴേക്കൊന്ന് അടിച്ചു വിട്ട് തുണികളെല്ലാം എടുത്ത് ബെഡിലിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് വൃത്തിക്ക് മടക്കി വെക്കണം എന്നുണ്ട്. സോ എൻ്റെ കയ്യിലുള്ള തുണികളെല്ലാം, ഇത് മൊത്തം ബെഡ്ഷീറ്റുകളാണ്, ഇത് കുറച്ചൊക്കെ അലക്കാനുള്ളതാണ്, ഈ തുണികളൊക്കെ മടക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ ഹോള് ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഹോളും ബെഡ്റൂമൊക്കെ അത്യാവശ്യം കുറച്ച് വൃത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെയ്യാനായിട്ടൊന്നുമില്ല. വാക്യൂം ചെയ്യണം. പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ ടേബിളിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഈ സംഭവമൊക്കെ വൃത്തിയാക്കണം. പിന്നെ ഇവിടെ ഒന്നും അധികം ഇല്ല. ഇവിടെ ഓൾറെഡി ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇത്രയും പരിപാടിയാണ് ചെയ്യാനുള്ളത്. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close the door on everything we could have been. Don't go thinking we could be friends. No, you can't bring us back from the dead. 'Cause when you know, you know. And when you don't, when it ends, it ends. When it ends, it ends. I really thought we might have. ലാസ്റ്റ് ടൈം ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ എൻ്റെ നാരങ്ങ ചെടിയിൽ നിന്ന് ഞാൻ 2 കൊമ്പ് ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഞാനത് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു ജ്വല്ലറി ഓർഗനൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
ഈ സാധനം ഞാൻ എപ്പോഴും ബെഡിലും ടേബിളും മാറ്റി മാറ്റി ഇടുന്നുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് എൻ്റെ മറ്റേ ഷോർട്സ് ഒക്കെ കണ്ട ടൈമിൽ, ക്ലീനിങ് ടൈമിൽ ഒരു കൊമ്പൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പമ്പ് എടുത്ത് മാറ്റിയിട്ട് ആ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ഞാൻ ആ 2 കമ്പ് എടുത്ത് വെച്ചിട്ട് ഈ ഒരു സോഫയുടെ പിന്നാലെയുള്ള ടേബിളിൽ എടുത്ത് വെച്ചു കേട്ടോ. സോ അതെന്തിനാണ് ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു മൊത്തം വീട് കണ്ടില്ലേ, മൊത്തം ഒരു ബേജ് കളർ ഈസ്തറ്റിക്സ് ആണ്. അപ്പോൾ ഉണക്കക്കമ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഈസ്തറ്റിക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിട്ടാലോ തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് പേപ്പർ കൊണ്ട് കുറച്ച് ഹാർട്ട് കട്ട് ചെയ്തിട്ട് അത് ഹാങ് ചെയ്തിടാം, അതാകുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി, എന്നാൽ പിന്നെ പോളറോയിഡ്സിലെ പിക്ചേഴ്സ് കുറച്ച് ഹാങ് ചെയ്തിട്ടാലോ എന്നുകൊണ്ട് തോന്നിയിട്ടാ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡിയ തോന്നി. പെട്ടെന്ന് ഞാൻ കുറച്ച് സെല്ലോ ടേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ വെറുതെ ഒട്ടിച്ച് വെച്ചു, ജസ്റ്റ് ഡെമോ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത് നോക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് സോ ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചിലർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നല്ല രസമില്ല, ഈ ഒരു കോർണർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. My heart was shattered when it took the hit. Oh, I can't imagine doing all that again, even for one night to see where it went. Here's the thing, you made your bed, I just got your stay out of my head. No, you can't bring us back from the dead, 'cause when you know, and when you don't, when it ഈ 3 കട്ടാനാസ് എൻ്റെ കുറേ വീഡിയോസിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ സംഭവം, എന്ത് കട്ടാനാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എന്ത് കട്ടാന എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് ഞാൻ അജിയുടെ ബർത്ത്ഡേക്ക് 3 കട്ടാനാസ് വാങ്ങിക്കൊടുത്തായിരുന്നു. അജിക്ക് ഈ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് LED കട്ടാനാസ് ആണ്. ചാർജ് ഒന്നും ചെയ്തിട്ടുള്ള സംഭവം ഞാൻ ചാർജ് ചെയ്തിട്ടില്ല, വേറെ ഏതെങ്കിലും വർക്ക് ആവുമോ നോക്കട്ടെ. ഒന്നിനും ചാർജ് ഇല്ല. ഇതിലെങ്കിലും ചാർജ് ഉണ്ടാവണേ. ഇതിലും ചാർജ് ഇല്ല, 3 ചാർജ് ഇല്ല. ഞാൻ ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഈ കട്ടാനാസ്, അപ്പൊ അജി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഇത് 3 അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനൊരു സ്ഥലമൊന്നുമില്ല. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ ടിവിയുടെ അടിയിൽ ഈ സ്റ്റാൻഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ കറക്റ്റ് ഇതിന് വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ ഒരു സ്റ്റാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വെക്കാം. There's potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being when it accidents, end of the road, nowhere to go. You cut the ties, you burn the rope. So don't let me see your name lighting on my phone when it was you who let go of everything we could have been. Is it sinking in all your regret? No, you can't bring us back from the dead, 'cause when you know, and when you don't, when it accidents, when it accidents, I don't leave room to guess, when it accidents. അങ്ങനെ ഹാളൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റൂം ഓൾറെഡി വൃത്തിയാക്കി. ഞാൻ തുണികളെല്ലാം മടക്കാനായിട്ട് ഉള്ള എല്ലാ തുണികളും എടുത്ത് ബെഡിനകത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനമൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ അലക്കാനുള്ള തുണികൾ അലക്കിയിടണം. അതോടെ ഈ ഒരു ക്ലീനിങ് പരിപാടി അത്യാവശ്യം തീർന്നു. പിന്നെ കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇവിടെ ഉള്ള അട്ടപ്പെട്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് കിച്ചണിൽ വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ വൃത്തിയാക്കുകയാണെങ്കിൽ തന്നെ ആ അട്ടപ്പെട്ടിയൊക്കെ സോർട്ട് ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ എന്തായാലും വേസ്റ്റ് രാവിലെ കളക്ട് ചെയ്യാൻ വരുന്ന ടൈമിൽ പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അട്ടപ്പെട്ടിയൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്യുന്നതിലൊരു സുഖം കിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു അത് രാവിലെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാം.
സൺഡേ റീസെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം മൺഡേ റീസെറ്റായി. 12 മണിയൊക്കെ കഴിഞ്ഞു. ബാത്റൂം ഞാൻ മൊത്തം ഒന്ന് കഴുകി വിടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇനി അതൊന്നും ചെയ്ത് കിടന്നുറങ്ങാനുള്ള ആരോഗ്യമില്ല. സോ ജസ്റ്റ് വാഷ് ബേസിൻ ഏരിയ മാത്രം ഒന്ന് വാഷ് ചെയ്ത് വിടണം. പിന്നെ അതിനുശേഷം ഒന്ന് കുളിച്ച് സെറ്റായി വരണം. ഓക്കെ, നമുക്ക് അടുത്തത് അത് ചെയ്യാം. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a എൻ്റെ റീസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം പരപരാന്ന് പിലർന്ന്. കർട്ടൻ മാറ്റിയ നിങ്ങൾ ഞെട്ടും. ഇന്നലെ, അതായത് സൺഡേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം, രാവിലെ നേരത്തെ വീഡിയോ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഞാൻ എഴുന്നേറ്റ് തന്നെ ആ ഒരു ടൈമിലായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷെ എന്നാലും എൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു. പുലർച്ചെ വീഡിയോ എടുക്കാൻ പറ്റി. എനിക്കറിയാം കുറെ ആൾക്കാർക്ക് ഞാനിങ്ങനെ പുലർച്ചെ വരെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് മനഃപൂർവ്വം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നാൽ മതി എന്ന് തീരുമാനം എടുത്തതാണ്. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നത് ഒരു 2 മണി 3 മണി സമയത്താണ്. അപ്പം കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു 10-11 മണി അല്ലെങ്കിൽ 12 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്. സോ എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂൾ ഭയങ്കര മെസ്റ്റപ്പാണ്. എനിക്കറിയാം ഉറക്കമൊഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതൊക്കെ, പക്ഷേ ഉറക്കമൊഴിക്കുന്നതല്ല. ഈവൻ ഇഫ് ഞാനൊരു 10, 11, 12 മണിക്കൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഉറക്കം വരില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവസാനം ഒരു 2-3 മണിയാകുമ്പോഴേ ഞാൻ ഉറങ്ങുള്ളൂ. സോ എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂൾ ഭയങ്കര മോശമാണ്, ഒന്നാമത്തെ കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉള്ള ഒരാളാണ്. അതായത് മേ ബി എന്താ പറയുക, എനിക്ക് ഓരോന്ന് ആലോചിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും മൈൻഡ് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഭയങ്കര ആൻസൈറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. കുറച്ച് കാലമൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഫിയുടെ കാര്യമായിരുന്നു. ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫ്ലഫിക്ക് സെറ്റ് ആവാതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. അയ്യോ എന്താ ചെയ്യുക, ഫ്ലഫിക്ക് സെറ്റ് ആവില്ല, ഞാനിപ്പോൾ ആർക്കാ കൊടുക്കുക, എന്താ ചെയ്യുക, ആരാ വാങ്ങുക, അവർ നന്നായി നോക്കുക, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആൻസൈറ്റി പ്രോബ്ലം ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഫ്ലഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി, ഫ്ലഫീനെ ഒന്ന് സേഫ് ആക്കി കഴിഞ്ഞാൽ മൈൻഡ് ഒന്ന് കാമാവും, മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആവും. അപ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആവുക, യൂട്യൂബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലഫീനെ കൊടുത്ത് വീടെത്തി കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ എന്താ പറയുക, മൈൻഡ് ഒന്ന് കാമാവട്ടെ, റിലാക്സ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് എൻ്റെ മൈൻഡ് എങ്ങനെ പോയി കഴിഞ്ഞാലും കാമാവാൻ പോകുന്നില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ആക്ഷൻ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ എനിക്ക് എൻ്റെ മൈൻഡ് കാമാവണമെങ്കിലോ ഞാനൊന്ന് പ്രൊഡക്റ്റീവ് ആവണമെങ്കിലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ അറ്റ്മോസ്ഫിയർ ആൻഡ് സറൗണ്ടിങ് ക്ലീൻ ആവുന്നതാണ്. ഞാൻ എപ്പോഴും ഭയങ്കര മെസ്സി ആയിട്ട് റൂം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ളത്. പക്ഷെ ദ മൊമെന്റ് ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് സെറ്റാക്കി കഴിയുമ്പോൾ എനിക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഉന്മേഷം കിട്ടും. സോ കുറേ ദിവസമായിട്ട് ഒരു 2-3 മണി വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, 2-3 മണി വരെ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്കൊക്കെ വായിച്ചിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഞാനൊന്നും ചെയ്ത് ഉറക്കൊഴിക്കുന്നതല്ല. സോ ഞാൻ ഇന്ന് വിചാരിച്ചു കുഴപ്പമില്ല, എന്തായാലും 2-3 മണി വരെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് മൊത്തം ക്ലീൻ ചെയ്ത്, അപ്പാർട്ട്മെന്റ് ഇന്ന് മൊത്തം ക്ലീൻ ചെയ്തു. ബാത്റൂം മാത്രം മൊത്തത്തിൽ കഴുകാൻ പറ്റില്ല, പിന്നെ കിച്ചണും കൂടെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കിച്ചണൊക്കെ ഓൾറെഡി നീറ്റ് തന്നെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് എൻ്റെ അപ്പാർട്ട്മെന്റ് ഫുള്ളി ക്ലീൻ.
ഇനി ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നുണ്ട്. ഞാനൊരു അപ്പാർട്ട്മെന്റ് ഡീപ്പ് ക്ലീൻ വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, മൊത്തത്തിൽ അഴിച്ച് തുടച്ച് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ട്. സോ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ മീൻ മെന്റൽ ക്ലാരിറ്റി കുറച്ചുകൂടെ വന്നു. ഈ ഒരു പോയിന്റിൽ എനിക്ക് പ്രത്യേകിച്ച് സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമില്ല. സോ ഇന്ന് ഉറക്കമൊഴിച്ചതിൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. ഐ മീൻ ഉറക്കമൊഴിച്ചാൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ ടീഷർട്സിലില്ലേ ഇതുപോലെ പിങ്ക് കളർ ഡോട്ട് കാണാറുണ്ട് കേട്ടാ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇതെന്ത് തേങ്ങ, ഇതെന്താ എല്ലാത്തിലും പിങ്ക് കളർ ഡോട്ട്, ഇതിപ്പോൾ എവിടെ നിന്ന് കളർ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. സംഭവം എന്താ, എൻ്റെ മുടി ഓരോ തവണ കഴുകിയിട്ട് ഇടുന്ന ടൈമിൽ ദയിപ്പിട്ടിട്ട് ആയതാണ് ഈ പിങ്ക്. മുടിന്ന് കളർ ഇളകിയതാണ്. ഞാനിങ്ങനെ എവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വെസ്റ്റേഡിൽ ഒരു പുതിയൊരു വെള്ള ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു തവണ മാത്രം സിനിമയ്ക്ക് പോകുമ്പോൾ ഇട്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഇവിടെയൊക്കെ പിങ്ക് കളർ കുത്തുണ്ടായിരുന്നു. സോ അന്ന് കുളിച്ച് വന്നതിന്റെ ബാക്കിയായിരുന്നു അത്. എന്തായാലും ഇത്രയും നേരം എന്നാ പിന്നെ കുറച്ച് ബാക്കി കെയറും കൂടെ ചെയ്തിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാം. നോസ്ട്രേം ഇത് എപ്പോ വാങ്ങിച്ചതെന്നറിയോ? കഴിഞ്ഞ വർഷം എന്തോ വാങ്ങിച്ചതാണ് ഞാൻ. പക്ഷെ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇത് തേങ്ങയെങ്കിലും ആവട്ടെ. ഞാൻ ആ പിങ്ക് കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പിങ്ക് കളറൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല പൂക്കിയായിരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി മൂക്കില് പ്ലാസ്റ്റർ ഇട്ട പോലെ ഉണ്ട്. ചേഞ്ച് ഓഫ് പ്ലാൻസ് ഗൈസ്, ചേഞ്ച് ഓഫ് പ്ലാൻസ്. ആ സാധനം അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പൊ നമുക്ക് വേറെ വെക്കാം. ചാർക്കോൾ നോസ്ട്രൽ. ഓക്കെ, ഐ ഫീൽ സോ ഗുഡ്. സാധാരണ ഉറക്കമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അയ്യോ ഉറങ്ങിയില്ല എന്നുള്ള ഫീലൊക്കെ തോന്നും. മേ ബി ഞാൻ ഉറക്കം ഒഴിച്ചിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തോണ്ടും ഇനി അങ്ങോട്ടേക്ക് എന്തായാലും ഞാൻ സ്ലീപ്പ് ഷെഡ്യൂൾ കറക്റ്റ് ചെയ്യും. ഇന്ന് മുതൽ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ എന്തായാലും ഒരു 12 മണിക്ക് മുമ്പ് ഞാൻ എന്തായാലും കിടക്കും. ഇനിയിപ്പോൾ എന്താ പറയുക, ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ലല്ലോ. ക്ലീൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി ആകെ പ്ലാനിങ് മാത്രം നല്ല രീതിയിൽ ചെയ്താൽ മതി. സോ life feels so good. If you are someone going through hardship, let me tell you, എല്ലാം ശരിയാവും. ഒന്നിനാലോചിച്ചും ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാവും. നൈസായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന മന്ദം കുരുവിന് ഞാൻ പൊട്ടിച്ചു. അപ്പം നമുക്ക് പിമ്പിൾ പാച്ച് ഇടാം. ഞാൻ പണ്ട് മറ്റേ ഒരു യൂട്യൂബ് ഇവന്റിന് പോയ സമയത്ത് എൻ്റെ നെറ്റിയിൽ ഇതിവിടെ ഒരു പൂ ഉണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർ ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതേപോലൊരു ഇത്ര വലിയൊരു കുരു എൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഒരുമാതിരി നാണക്കേട്, ഒരുമാതിരി എൻ്റെ മുഖം കാണുമ്പോൾ ആദ്യം ആ കുരുവാണ് കാണുന്നത്. അപ്പം ആ കുരു ഒന്ന് പൊക്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഷേപ്പിലുള്ള പിമ്പിൾ പാച്ച് വാങ്ങിച്ചതായിരുന്നു. സോ ഇന്ന് നമുക്ക് ഹാർട്ട് വേണോ പൂ വയ്ക്കാമല്ലേ? ഐ ജസ്റ്റ് ലിറ്ററലി കാൺട്ട് ബിലീവ് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു സൺഡേ റീസെറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതൽ ഞാൻ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. അതും ഭയങ്കര ആവേശത്തോടെ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ക്ലിയർ ആക്കാനും ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഓ മൈ ഗോഡ്. ഇത് ഉണങ്ങുന്ന ടൈമിൽ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഫുഡിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ഗ്രോസറി ലിസ്റ്റ് ഇടാം. ഗ്രോസറി ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനിപ്പോൾ വെയിറ്റ് ഗെയിൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഓരോ ആഴ്ച ഓരോ ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ എനിക്ക് ആർദ്ര ഓരോ ആഴ്ച കൂടുമ്പോൾ ഡയറ്റ് പ്ലാൻ അയച്ചു തരും. ഇതാണ് എൻ്റെ ഈ ആഴ്ചത്തെ ഡയറ്റ് പ്ലാൻ. ഈ ആഴ്ചത്തെ ഡയറ്റ് പ്ലാൻ അല്ല, ആക്ച്വലി ഞാൻ ഡയറ്റ് ഒരാഴ്ച 2 ആഴ്ചയായിട്ട് കുറേ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി പഴയ ഡയറ്റ് പ്ലാൻ ആണ്. പക്ഷെ ഇതന്നെയാണ് എനിക്ക് ഈ ആഴ്ചയും കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ സംഭവമാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഡയറ്റ് പ്ലാൻ. സോ ആർദ്ര ഓൾറെഡി ഇതിൽ എല്ലാം എന്തൊക്കെ വാങ്ങണം എന്നുള്ളതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനമാണ്. അപ്പോൾ പോകുന്ന ടൈമിൽ കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ പറ്റും.
അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട ഗ്രോസറി ലിസ്റ്റിന്റെ കൂടെ തന്നെ അടുത്ത ആഴ്ച ഞാൻ ചെയ്യേണ്ട കണ്ടന്റ് പ്ലാനിങ്ങും കൂടെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടില്ല, കാരണം ഞാനൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ത് കണ്ടന്റ് ഇടണം, എങ്ങനെ എടുക്കണം, എപ്പോൾ എടുക്കണം എന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും വേഗമായിട്ട് എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു പറിച്ചു കളയൽ അവർ നോ സ്ട്രിപ്പ്. ഇവിടം വരെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടാ, പക്ഷെ ഇവിടം വെച്ച് ലുക്ക് അറ്റ് ദിസ്, യക് യക് യക്. പട്ടു ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ. പട്ടു ഇങ്ങനത്തെ സംഭവമൊക്കെ കണ്ട യക്കി എന്നൊക്കെ പണ്ട് പറയും. കണ്ണൊക്കെ നിറയാൻ തുടങ്ങി കണ്ട. സോ സോഫ്റ്റ്. ആക്ച്വലി ഇങ്ങനെ പറയാറുണ്ട്, നോ സ്ട്രിപ്പ് ഒന്നും വലിയ ഇഫക്റ്റീവോ കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് നമ്മുടെ മുകളിലുള്ള സംഭവമൊക്കെ ഒന്ന് പറിച്ച് ഇതിനകത്ത് കുറച്ച് വൈറ്റ് കുത്തൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സംതൃപ്തി കിട്ടുന്ന ഒരു പരിപാടിയാണെന്നൊക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അഴിക്കുമ്പോൾ നമ്മുടെ മൂക്കിന് കിട്ടുന്ന ഒരു സോഫ്റ്റ്നെസ് മതി. അതിനുവേണ്ടി മാത്രമാണെങ്കിലും ഞാൻ ഈ സാധനം വെക്കും. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു മുടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം ചിലപ്പോൾ എഴുന്നേക്കുള്ളൂ. പക്ഷെ ഇന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കടിൽ ഡയറീസിൽ ഞാനിപ്പോൾ കടിൽ ഡയറീസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട്, കടിൽ ഡയറീസ്. ഇൻ കേസ് ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞതാ. പക്ഷെ എന്ത് കണ്ടന്റ് എടുക്കുക എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഐ മീൻ കണ്ടന്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 വീഡിയോ, ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു കടിൽ ടോക്സിന് വേണ്ടി, ഇന്ന് കടിൽ ക്ലൗഡിന് വേണ്ടി ഒരു വീഡിയോ എടുത്തു. ഇനിയിപ്പോൾ നാളെ മീൻസ് ഇന്ന് കടിൽ ഡയറീസിന് വേണ്ടി ഒരു വീഡിയോ എടുക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കടിൽ ഡയറീസിൽ ഞാൻ എന്ത് വീഡിയോ എടുക്കുക, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റ് എടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷനാണ്. അങ്ങനെ നമ്മുടെ സൺഡേ മൺഡേ റീസെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ ഓൾസോ ഫീൽ സോ പ്രൊഡക്റ്റീവ്. ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. ഈ ഒരു കണ്ണിൽ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു കണ്ണില് പ്രൊഡക്ടിവിറ്റിയാണ്. അതായത് എന്റെ മനസ്സിൽ മൊത്തം എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്താലോ, കടിൽ ഡയറീസിൽ വീഡിയോ ഇപ്പൊ തന്നെ എടുത്താലോ, അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സ് പറയണത്. പക്ഷെ കാര്യമില്ല, ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. ഇനിയിപ്പൊ ഞാനിപ്പൊ കിടന്നു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയാണ്ട് എന്തായാലും തല പൊങ്ങില്ല, വലിയ കാര്യത്തിൽ ഉറക്കൊന്നും വരില്ല എന്നൊക്കെ പറയുമെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നല്ലപോലെ ഉറങ്ങിപ്പോവും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ സൈൻ ടു റീസെറ്റ് യുവർ ലൈഫ്. ലൈഫിൽ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും, തകിടം മറിഞ്ഞ് കിടക്കുകയായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതത്ര വലിയ ടാസ്ക് ഉള്ള പണിയൊന്നുമല്ല. സോ see you guys in the next video. Thanks for watching. Love you guys. Silhouettes of you are like a taunt. Never really know just what